യെസ് ഗൈസ്, അപ്പോൾ നമ്മളുടെ ബ്രെഡ് ഫിംഗേഴ്സ് നമ്മൾ തീർത്തിരിക്കുവാണ്. നിസ്സാര സമയം മതിയായിരുന്നു. 10 മിനിറ്റ് പോലും വേണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു 5 മിനിറ്റിന്റെ ആവശ്യം അത് കുറച്ച് കൂടുതലായതുകൊണ്ട് 10 മിനിറ്റ് എടുത്തു. മറ്റേ ഫുഡ് ഉണ്ടാക്കാൻ അധികം ടൈം ഉണ്ട്. അതിന് മുമ്പുള്ള ചെറിയൊരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, ഇതെല്ലാം സെറ്റ് ആക്കാനുള്ള, അതിന് കുറച്ച് ടൈം വേണം. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത കുറേ അധികം ഒരു സ്പെഷ്യാലിറ്റി. പാചകം മാത്രമല്ല, ഇതിനൊരു വാചകവും കൂടി ഉണ്ട്. നമ്മൾ എന്താണെന്ന് ഷെഫിന്റെ അടുത്ത് പോയിട്ട് പറയാം. നമുക്ക് അവിടെ കാണാം. എന്തായാലും ഇതാണ് അതിന്റെ ഫൈനൽ സ്റ്റേജ്. ഇതാണ് പെണ്ണ്. ഒന്ന് റെസിപ്പിയൊക്കെ ഒന്ന് പറഞ്ഞേക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് നാദർ പറയുന്നതായിരിക്കും. അത്രയും വേണ്ട. അത് വേണോ? റെസിപ്പി പറയാം. ഇത് ഭയങ്കര 100 രൂപയുടെ ചെലവ് പോലും ഇല്ലാത്തൊരു വസ്തുവാണ്. കാരണം ബ്രെഡും മുട്ടയും പിന്നെ നമ്മുടെ വീട്ടിലുള്ള പൊടികളും. ഒരു പാക്കറ്റ് ബ്രെഡ് ഒക്കെ അയ്യോ അതാണ് ഒരു പാക്കറ്റ് ബ്രെഡ് 55 രൂപ സാർ. അല്ല വസ്തുവല്ല സാർ 55 രൂപ. അല്ല എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സാധനം കൊണ്ടുവച്ചു അല്ലേ, ഞാൻ ചോദിച്ചു 100 രൂപ ചെലവുള്ളത് ചോദിച്ചോ? പ്രാസത്തിൽ പറയാനായിട്ട് ഇത് കോമഡി ഷോ ആണോ? അല്ല അല്ലേ? നമ്മൾ സീരിയസ് ആയിട്ടൊരു ഡിഷ് ചെയ്യുന്നു, ജനങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, നിങ്ങൾ ജനങ്ങൾക്ക് റെസിപ്പി പറഞ്ഞു കൊടുക്കുന്നു, അവരിതിൻ്റെ കുറവുകളും കുറ്റങ്ങളും ഉണ്ട് മനസ്സിലാക്കിയിട്ട് അവർ വൃത്തിയായിട്ട് ഉണ്ടാക്കുന്നു, അടിയിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നു. അതല്ലേ വേണ്ട? ശരിയല്ലേ? അല്ലേ? ആദ്യം നമുക്ക് റെസിപ്പി പറയാം. റെസിപ്പി ബ്രെഡ്, പിന്നെ മുട്ട, ഈ ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മറ്റേ വറ്റൽ മുളക്, ഉപ്പ്, ചിക്കൻ മസാല. ഇത് ഇത്രയും ബീറ്റ് ചെയ്തിട്ട് 2 മുട്ട, ബ്രെഡ് ക്രംസ്. അതെ, ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞങ്ങൾ ടീമാടും. ബ്രെഡിൽ ബീറ്റ് ചെയ്തിട്ട് ബ്രെഡ് കട്ട് ചെയ്യണം. അല്ല ബ്രെഡിലല്ല, ബ്രെഡ് മാറ്റി വെച്ചോ. ബ്രെഡ് 3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് നേരത്തെ ബീറ്റ് ചെയ്തതിൽ മുക്കിയിട്ട് വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്? ആദ്യം വന്നാൽ പറയാം. വീട്ടിലെ കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണ്? ചിക്കൻ മസാല എല്ലാം ഉണ്ടാവുന്നുള്ളൂ. പിന്നെ വറ്റൽ മുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതാണ് ഞാൻ അബദ്ധം തോന്നുന്നു. ഉള്ള കാര്യം പറയാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഞാൻ പറഞ്ഞു. അല്ല മീന ചേച്ചി ഇതിനകത്ത് കാര്യം എന്ന് പറയുന്നത്, ഇവരിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണെങ്കിലും അതിൻ്റെ പെർഫെക്ഷൻ, അത് അവർ ആ ഫിനിഷ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ടേസ്റ്റ്, ഇതാ അനീഷ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. പറയാതിരിക്കാം. സോസിൽ മുക്കി കഴിച്ചു നോക്കണേ. സോസിൽ മുക്കി ഒരിക്കലും കഴിക്കും. അതിൻ്റെ ടേസ്റ്റ് പോയില്ലേ? പിന്നൊരു പറയട്ടെ, ജയിച്ചിരിക്കുവാണ്, തോപ്പിക്കല്ലേ. അല്ല, ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. പക്ഷെ അത് പൊടിയാതെ ശ്രദ്ധിച്ച് നമുക്ക് വേറെ ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾ ആദ്യം എടുത്ത 3 ബ്രെഡ് തന്നെ നമ്മൾ ചെയ്തു വെച്ചു എന്നുള്ളതാണ്. പൊടിയാതെ ശ്രദ്ധിച്ചു. കാരണം മുട്ടയെ മുക്കുമ്പോഴും പൊടിയും, നമുക്ക് അധികം സമയം വേണ്ടി ഇത് ഉണ്ടാക്കാം. പക്ഷെ ആ കുറച്ച് സമയം മതിയെങ്കിലും നമ്മൾ ഫുൾ കോൺസെൻട്രേഷൻ അതിൽ വേണം. അല്ലേ? ശരിയല്ലേ? അത്യാവശ്യം മാത്രമല്ല, നമുക്ക് ഇങ്ങനെ ഇതൊന്നും കഴിക്കാനായിട്ട് ഇതാണൊക്കെ ഒരു ഡിപ്പിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ചും ഒരു ഹെൽത്ത് ഒക്കെ നോക്കുന്ന വ്യക്തിത്വം എന്ന രീതിയിൽ വിഷ്ണു മനസ്സിലാക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ബ്രെഡ് ഒരു ഹെൽത്തി ഫുഡല്ല. പിന്നെ അതിനകത്ത് മുട്ടയൊക്കെ ചേരുമ്പം ഇറ്റ് ഈസ് ഫൈൻ, നമുക്ക് ഡൈജഷൻ ഹെൽപ്പ് ചെയ്യും. നമ്പർ 2, പാക്കറ്റ്, അതായത് കെച്ചപ്പ്, സാഷേസ്. നമ്മൾ താങ്കളുടെ ജിമ്മിൽ എഴുതി വെക്കേണ്ട ഒറ്റ വാക്കാണ്, ഇഫ് ദ നേച്ചർ ഡിഡ് ഇറ്റ് മേക്ക് ഇറ്റ്, ഡോണ്ട് ടേക്ക് ഇറ്റ്. ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. ഇഫ് ദ നേച്ചർ ഡിഡ് ഇറ്റ് മേക്ക് ഇറ്റ്, ഡോണ്ട് ടേക്ക് ഇറ്റ്. അപ്പോൾ തന്നെ നമ്മൾ ഹെൽത്തി ആയി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലേ? അപ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കട്ടെ. നമ്മളിപ്പോ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എഴുതി ഡെക്കറേഷൻ ഫുൾ വിഷ്ണു കേട്ടോ. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അവർ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കൃത്യമായ സത്യസന്ധമായ ഒരു വിവരണം കിട്ടുന്നു അല്ലേ? അല്ല, എനിക്കതിനകത്തൊരു കാര്യം പറയാനുള്ളത്,
നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ക്ലാസ് ടീച്ചർ, മലയാളം ടീച്ചറാണ്, ഇംഗ്ലീഷ് ടീച്ചറാണ്. എനിക്ക് എൻ്റെ ജോലി അറിയാവുന്നേ ഉള്ളൂ. അതിനകത്ത് ഞാൻ പറയുന്ന സജഷൻസും കമൻസും പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ നാദിറ, താങ്ക് യു സോ മച്ച്, ദാറ്റ് വാസ് നൈസ്. വിഷ്ണു നൈസ്. ക്രിസ് ബ്രദർ, ഇതാണൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ വരട്ടെ. അവർക്കൊരു ഇൻഫർമേഷൻ ആയിരിക്കും, നമുക്കും അല്ലേ. അതല്ലാണ്ട് ഓൾഡ് സ്കൂൾ തന്നെ വേണമെന്നുമില്ല, പുതിയ സാധനങ്ങളും ഒക്കെ ട്രൈ ചെയ്യാം. പക്ഷേ കേരളത്തിൻ്റെ തന്നെ ഒരുപാട് കിടിലോസ്കി സാധനങ്ങളുണ്ട്, അത് പൊളിക്കാം ഓരോരോ എപ്പിസോഡുകളിൽ അല്ലേ. വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഡൈൻ ലൈക്ക് എ കിങ്. താങ്ക് യു.